കാലടി സംസ്കൃത സർവകലാശാല PRO ജലീൽ പീറ്ററിന് SFIയുടെ വധഭീഷണി എന്ന് പരാതി. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതായും പരാതിയിലുണ്ട്. വൈസ് ചാൻസലർക്കും രജിസ്ട്രാർക്കും PRO പരാതി നൽകി. പരാതി സർവകലാശാല പോലീസിന് കൈമാറിയിട്ടുണ്ട്. നിതിൻ സേവ്യർ കൂടുതൽ വിവരങ്ങൾ നൽകും. നിതിൻ, കാലടി സർവകലാശാല അധികൃതരും SFIയും തമ്മിലുള്ള പോര് മുറുകുന്നു അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് കരുതേണ്ടത്. ഇപ്പോൾ അതിന്റെ ഭാഗമായി തന്നെയാണ് പബ്ലിക് റിലേഷൻസ് ഓഫീസർ ജലീഷ് പീറ്ററിനെ സർവകലാശാലയിലെ SFI വിദ്യാർത്ഥികൾ ഓഫീസിൽ അതിക്രമിച്ച് കയറി ആക്രമിച്ചു അല്ലെങ്കിൽ വധഭീഷണി മുഴക്കി എന്ന പേരിൽ ഒരു പരാതി കൂടി നൽകിയിരിക്കുന്നത്. ഓഗസ്റ്റ് 14 ഉച്ചയ്ക്ക് 1 മണിക്ക് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി എന്നാണ് പരാതിയിൽ പറയുന്നത്. 15ഓളം SFI പ്രവർത്തകർ സർവകലാശാലയിലെ PROയുടെ ഓഫീസിൽ കയറി വധഭീഷണി മുഴക്കുകയായിരുന്നു എന്നാണ് ഈ പരാതിയിൽ നൽകിയിരിക്കുന്നത്. അതിൽ തൊട്ടു മുമ്പുള്ള ദിവസം വൈസ് ചാൻസലറെയും സിൻഡിക്കേറ്റ് അംഗങ്ങളെയും മർദ്ദിക്കുകയും വൈസ് ചാൻസലറുടെ പ്രതീകാത്മക ശവസംസ്കാരം നടത്തുകയും ചെയ്ത SFI വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസ് എടുത്താൽ ക്യാമ്പസിന് വെളിയിൽ വെച്ച് തീർത്ത് കളയുമെന്ന് സർവകലാശാലയിലെ തിയേറ്റർ വിഭാഗം വിദ്യാർത്ഥി ശിവ ഭീഷണിപ്പെടുത്തിയെന്നാണ് ജലീഷ് പീറ്റർ നൽകിയ പരാതിയിൽ പറയുന്നത്. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതായും പരാതിയിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റു ചില വിദ്യാർത്ഥികളുടെ പേര് കൂടി ഋതിഷ, ഋതു, PS അർച്ചന എന്നീ വിദ്യാർത്ഥികളുടെ പേര് കൂടി ഈ പരാതിയിൽ പറയുന്നുണ്ട്. ഇവർ പലതവണ ഇതേ ഭീഷണി ആവർത്തിച്ചതായി പറയുന്നു. ജിഷ്ണു, ശിവ, PS അർച്ചന, ഋതിഷ, ഋതു, അതുല്യ, അദ്വൈത് എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു സംഘം SFI വിദ്യാർത്ഥികൾ വധഭീഷണി മുഴക്കി എന്നാണ് പരാതി. ഇതിൽ ജലീഷ് പീറ്ററിന്റെ ഫോട്ടോയും ഇവർ എടുത്തുവെന്ന് പരാതിയിൽ പറയുന്നുണ്ട്. വൈസ് ചാൻസലർക്കും രജിസ്ട്രാർക്കുമാണ് ഈ പരാതി PRO നൽകിയിരിക്കുന്നത്. പിന്നീട് ഈ പരാതി സർവകലാശാല പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിതിൻ സേവ്യർ ആണ് വിവരങ്ങൾ നൽകിയത്. കാലടി സർവകലാശാല അധികൃതരും SFIയും തമ്മിലുള്ള പോര് കടുക്കുകയാണ്.